ഹായ് ഫ്രണ്ട്സ്, വർണ്ണ പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃക്കാക്കരപ്പനയൊക്കെ ഉണ്ടാക്കി ഓണം വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ. ആദ്യം പുറ്റുമണ്ണൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓണം ആയതുകൊണ്ടാണ് കേട്ടോ വേറെ നമ്മളുടെ താമര വിശേഷങ്ങളിലേക്കൊന്നും പോവാത്തത് കേട്ടോ. ഓണം ആകുമ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. കാര്യം താമരകളെ കയറി നോക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. ഇതാ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പുറ്റുമണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് പുറ്റുമണ്ണ് എടുക്കുന്ന ചിതൽപുറ്റിൻ്റെ മണ്ണില്ലേ, ആ മണ്ണെടുക്കുന്നത് നല്ല പശിമയുള്ള മണ്ണാണ്. നമുക്ക് ഏത് ആകൃതിയിലും അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആ മണ്ണെടുക്കുന്നതാണ്. ഒട്ടും കല്ലൊന്നും ഇല്ല, അതുകൊണ്ട് ആ മണ്ണെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാനില്ലാത്തവർ നിർബന്ധമായും അതെടുക്കണമെന്നൊന്നുമില്ല. ഏത് മണ്ണാണെങ്കിലും അത്യാവശ്യം പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ല് മാറ്റിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഉണങ്ങി വരുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ടൊക്കെയാണ് നമുക്കിവിടെ പുറ്റുമണ്ണ് കിട്ടാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പറമ്പിൽ പോയി അതൊക്കെ ആദ്യം എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേണ്ട ഇങ്ങനെ ആദ്യം ഒന്ന് കുറച്ച് കുഴച്ചെടുത്തിട്ട് ചെറുതായിട്ട് വേണം കുഴയ്ക്കാൻ. ഒരുപാട് വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നേരെ ഇരിക്കില്ല. ഉണ്ടോ, കാന്താരി ഇത്തിരി വെള്ളം കൂട്ടിയെടുത്തത് കൊണ്ട് അവളുടെ ഇങ്ങനെ അപ്പച്ചി ഉണ്ടാക്കി അത്രയും സെറ്റായിട്ട് അവളുടെ വന്നില്ല. എന്നാലും ആൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുടെ ഇഷ്ടപ്രകാരമാണ് ഇത്തവണ ഓണം നമുക്ക് ഓണപ്പൂക്കളം ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ബഹളം കൂട്ടി ഇത്തവണ പൂക്കളത്തിലേക്ക് പോയതാണ് കേട്ടോ. പിന്നെ പിള്ളേരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ, അതങ്ങനെ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു രസമല്ലേ അത്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ അവളും ട്രൈ ചെയ്യുന്നുണ്ട്. ശരിയായി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. രസമായിരുന്നു അതുണ്ടാക്കുമ്പോഴൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ ആ മണ്ണേലും പണിത് ഇങ്ങനെ അവസരം കിട്ടിയതാണ്. മണ്ണിൽ കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അത് ആളെ മാക്സിമം എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് പറയാനുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചു. പിന്നീട് അവൾക്കൊരു കുഞ്ഞാവേനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടാക്കി വരികയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്താ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ കലപില ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം ഒന്ന് കറക്റ്റാക്കി ഒന്ന് ഇരുത്തി കൊടുത്താൽ മതി. ചിലതിന് ഇച്ചിരി വെള്ളമൊക്കെ കൂടിപ്പോയിട്ടുണ്ട്, ഉണങ്ങി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. പിന്നെ നടുക്ക് ഇതുപോലെ ഈർക്കിലി കൊണ്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ തുളസിക്കതിരും തുമ്പപ്പൂവും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി. കലാപരമായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയാക്കരുത് എന്ന് ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ഇതൊന്നും ഇങ്ങനെ വേണം, ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഒരു ഇഷ്ടമനുസരിച്ച് നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ഓരോന്നോരോന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന രീതിയിൽ വെച്ചാൽ മാത്രമേ ഓണപ്പൂക്കളം അങ്ങനെ ആകുള്ളൂ, അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം നമ്മൾ അതിനെന്താ പറയുക, ഓരോരോ പ്രദേശങ്ങളില്ലേ, ആ പ്രദേശങ്ങളുടെ ചിട്ടകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലയിടത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണത്തപ്പൻ ഇങ്ങനെയാണ്. ഓക്കെ, ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി. അമ്മച്ചിയാണ് മുൻകൈ എടുത്ത് ഉണ്ടാക്കിയത്. കാരണം ഇതറിയാവുന്ന ഒരാൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ലായിരുന്നു, എല്ലാം പറഞ്ഞു തന്ന അമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി അതിന് കണ്ടൊക്കെ പതിയെ ഹോളിട്ട് കൊടുക്കും. അതിൽ തുളസിക്കതിര് തുമ്പപ്പൂവ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ പ്രധാന കളത്തിൽ മെയിനായിട്ടുള്ളത് ഇരുത്തുക. പിന്നെ പടി കടത്തി നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പം വരവേറ്റു കൊണ്ട് വരുമ്പോൾ ഓരോ കളത്തിലും വെക്കാനുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ പൂക്കളങ്ങൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇത് കണ്ടോ, കുഞ്ഞൂസിൻ്റെ കുഞ്ഞാവ ഉണ്ടാക്കൽ ഇവിടം വരെ ആയിട്ടോ.
ഇങ്ങനെ അവൾ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോഴും ഒരു രസമുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അവരുടേതായ രീതിയിൽ വർദ്ധിച്ചു വരുമല്ലോ. അപ്പോൾ അതും ഒരു രസം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.